ബിഗ് ബോസ് മലയാളം 7. സത്യം പറയട്ടെ, ആത്മാർത്ഥമായിട്ട് പറയാണ്. എനിക്ക് എന്താ പറയുക, സീസണിലെ ആൾക്കാരെ ഒന്നും ഇഷ്ടമായിട്ടില്ല. ഒരാളെ പോലും ഒരാളെ പോലും അങ്ങ് ഇഷ്ടം തോന്നുന്നില്ല. വോട്ട് കൊടുക്കാനൊക്കെ തോന്നിയപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, ഇഷ്ടം തോന്നുന്നില്ല. ഒരാൾ ഇന്നാൾ നിൽക്കണം അല്ലെങ്കിൽ ഇന്നാൾ അവിടെ വേണമെന്ന് തോന്നുന്ന ഒരാളെയും നമ്മൾ അതിൽ കണ്ടില്ല. പിന്നെ ഞാൻ രേണുസുതിക്ക് കൊടുത്തു. കാരണം അവർ കുറച്ച് ദിവസം കൂടെ നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ എന്ന് കരുതി വോട്ട് കൊടുത്ത് രേണുസുതിക്കാണ് കൊടുത്തത്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ഒരാളെ പോലും നമ്മളുമായിട്ട് അങ്ങ് കണക്റ്റ് ആവുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക, റോബിൻ്റെയൊക്കെ ഒരു സീസണാണ് അത്. എന്താ പറയുക, അതിലുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അടിപൊളി ആൾക്കാരായിരുന്നു. ബ്ലിസ്ലി, ദിൽഷ, അതുപോലെ ജാസ്മിൻ. ജാസ്മിൻ്റെ ഫ്രണ്ടായിട്ടൊരു പെണ്ണ് നടക്കുമായിരുന്നല്ലോ, നിക്കറൊക്കെ ഇട്ടിട്ട്. അവള് ഇതുപോലെ എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്കാർ. ലക്ഷ്മി പ്രിയ, അതുപോലെ നമ്മുടെ പയ്യനുണ്ടല്ലോ, റോബിനെ പുറത്താക്കിയ ആ, ആ പയ്യന്, അങ്ങനെ എല്ലാവരും അത്രയും വരുന്ന ആൾക്കാർ പോലും ഭയങ്കര പകുതി പകുതിയായപ്പോൾ കയറിയ ആൾക്കാർ പോലും ഭയങ്കര ശക്തരായ ആൾക്കാരായിരുന്നു. ഗെയിം നന്നായിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിപ്പിക്കും. നമുക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ഞാൻ റോബിൻ്റെ ഫാനായിരുന്നു. റോബിൻ ജയിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ സമയത്തേക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു രസമുണ്ടല്ലോ, ഫുള്ളിരുന്ന് കാണുമായിരുന്നു. പ്രണയവും പിണക്കവും അടിയും വഴക്കും, എന്താ പറയുക, ഭയങ്കര നല്ല ഗെയിമുകൾ. അഖില്, പിന്നെ ആ പയ്യനുണ്ട് പൊക്കം കുറഞ്ഞ, ആ, അവന് സൂരജ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാകുന്നില്ലേ. അതുപോലൊരു സീസൺ എന്താ പറയുക, ഇനി വരുമോയെന്ന് തന്നെ സംശയമാണ്. ഇതിലെടുത്തിരിക്കുന്ന നമുക്ക് കണക്റ്റ് ആവുന്നില്ല ആരുമായിട്ട്. ഷാരികയും അതുപോലെ RJ, വിൻസിയൊക്കെ ഇവരൊക്കെ അങ്ങ് ഒതുങ്ങിയിരിക്കുകയാണ്. ഒന്നിനും പോകുന്നില്ല. ഒന്നിനും. ഷാരികയൊക്കെ ഭയങ്കരമായിട്ട് കളിക്കാൻ പറ്റുന്ന ആള് തന്നെയാണ്. ആ, നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന. പക്ഷെ അവരൊന്നും ഇറങ്ങുന്നില്ല. അതുപോലെ തന്നെ ഡോക്ടറായ ബിന്നിയും ഇതുപോലെ ഒതുങ്ങി ഇരിക്കുവാണ്. പണ്ടത്തെ ധന്യ മേരി വർഗീസോ, അവരെയൊക്കെയാണ് ഓർമ്മ വരുന്നത് ബിന്നിയെ കാണുമ്പോൾ. പിന്നെ അനീഷ് ചെന്ന് എല്ലായിടത്തും ചെന്ന് ചുമ്മാ ചൊറിയുകയാണ്. അപ്പോൾ നമ്മൾ കരുതും വലിയ സീനുണ്ടാവും. പക്ഷെ ആരും അങ്ങനെ എന്താ പറയാ, അതിനോട് വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. ഷാനവാസൊക്കെ കൊള്ളാമെന്ന് തോന്നിയിരുന്നു. പക്ഷെ ഷാനവാസും അധികം എന്താ പറയാ, ഒരു ഇതൊന്നും വന്നിട്ടില്ല. ഇനിയും പുതിയ ഗെയിമുകളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇവര് എന്ന് നമുക്ക് കാണാം. എന്തായാലും ഇത്രയും ദിവസത്തെ അല്ലെങ്കിൽ ഇത്രയും ആ, സമയം നമ്മൾ കണ്ടിട്ട് നമുക്ക് ഒരാളെ പോലും അങ്ങ് ഇഷ്ടം തോന്നുന്നില്ല. ഞാൻ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ബിഗ് ബോസിന്റെ ഒരു എന്താ പറയാ, കുഴപ്പമാണ്. അവർ കൊടുക്കുന്ന എന്താ പറയാ, ടാസ്കുകളൊക്കെ ഇങ്ങനത്തെ മൂഞ്ചിയ പരിപാടികളൊക്കെ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രസമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം, നല്ല ഗെയിമുകൾ വരണം, നല്ല ഇവർ തമ്മിൽ അടുപ്പിക്കണം. ഇവരെ തമ്മിൽ അടുപ്പിച്ചാലൊക്കെ ഗെയിമുകൾ ശക്തമാവുള്ളൂ. നമുക്കൊരു കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. റോബിൻ്റെയൊക്കെ സീസണിൽ എന്താ പറയുക, എപ്പോഴും തല്ലുണ്ടാക്കിച്ച, അല്ലെങ്കിൽ ആ പെണ്ണൊക്കെ പുള്ളി വൈരാഗ്യം വെച്ച് പെരുമാറുന്ന സ്വഭാവമൊക്കെ ആയിരുന്നു ജാസ്മിനെ. അതുകൊണ്ടൊക്കെ തന്നെ അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എപ്പോഴും റോബിനെ നോമിനേഷൻ ചെയ്യുക, ക്യാപ്റ്റൻ ആകാതിരിക്കാൻ തടയുക. അതൊക്കെ നമുക്ക് തന്നെ ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു അതൊക്കെ. അതുപോലൊന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ആ, അത്രയൊന്നും വരുന്നില്ല സത്യത്തിൽ. ഈ സെറ്റ് പോലും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഒരു വല്ലാത്തൊരു ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സെറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിത് കാണുന്നില്ല. രസമുള്ള ഒരു സംഭവം കാണുന്നില്ല. ഇനി അങ്ങനെയുള്ള ഉണ്ടായി വരട്ടെ. അപ്പോൾ നമുക്ക് സംസാരിക്കാം അതേക്കുറിച്ചൊക്കെ. എനിക്കിത് പറയാനുള്ളൂ. ഇന്ന് തോന്നിയ കാര്യം, പറയണമെന്ന് തോന്നിയ കാര്യം, എനിക്ക് ഇവരിൽ ആരെയും വോട്ട് കൊടുക്കാൻ തോന്നുന്ന ആരും എനിക്ക് മനസ്സിൽ തട്ടി പറയട്ടെ, ഇല്ല.
പിന്നെ ചുമ്മാ അങ്ങ് വോട്ടങ്ങ് കൊടുത്തേക്കുവാണ്. ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു. ഇന്ന് ഒരാൾക്കാണ് കൊടുക്കുക, നാളെ മറ്റൊരാൾക്കായിരിക്കും.